നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. പാമ്പ് പിടുത്തം ഹരമാക്കിയ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് അതിഥിയായി ചേരുന്നത്. GS റോഷിനി. ആരനാട് പേപ്പാറയിൽ കഴിഞ്ഞ ദിവസം രാജവെമ്പാലയെ കൂട്ടിലാക്കിയാണ് റോഷിനി വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതാണ് ആ ദൃശ്യങ്ങൾ. ആരനാട് നിന്ന് ആളുകൾ കുളിക്കുന്ന സ്ഥലത്തായിരുന്നു ഈ വലിയ രാജവെമ്പാല ഉണ്ടായിരുന്നത്. അതിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 18 അടി നീളമുള്ള രാജവെമ്പാല, 20 കിലോയോളം തൂക്കമുള്ള ആ രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യുന്ന റോഷിനിയുടെ ഈ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമുക്ക് എല്ലാവർക്കും, ഒരു ഭൂരിഭാഗം ആളുകൾക്കും വലിയ പേടിയുള്ള ഒന്നാണ് പാമ്പെന്ന് പറയുന്നത്. നമ്മുടെ വീടിന് സമീപത്തോ റോഡിലോ ഒക്കെ ഒരു പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കാവും നമ്മൾ പെട്ടെന്ന്. എങ്ങനെ ഇതിനെ പിടികൂടണം, ആരെ വിളിക്കണം, ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് റോഷിനി നമുക്ക് പറഞ്ഞു തരും. സ്വാഗതം റോഷിനി ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. താങ്ക് യു. നമ്മൾ ഒരു തവണ ഇതുപോലെ അഭിമുഖത്തിൽ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ ഇന്നലെ ആ ദൃശ്യങ്ങൾ വീണ്ടും വലിയ വൈറലായിരിക്കുകയാണ്. ഏറ്റവും അതിൻ്റെ സൈസ്, ആ പാമ്പിൻ്റെ സൈസ് തന്നെയാണ് അതിന് കാരണമെന്നും കൂടി എനിക്ക് തോന്നുന്നു. കാരണം അതിനെ പിടിച്ച ശേഷം അതിലേക്ക് കയറ്റാൻ തന്നെ, സഞ്ചിയിലേക്കൊന്ന് കയറ്റാൻ തന്നെ താങ്കൾ വളരെ ബുദ്ധിമുട്ടുന്നത് കണ്ടായിരുന്നു. ഇത് എന്തായിരുന്നു എക്സ്പീരിയൻസ്, ഒന്ന് ഷെയർ ചെയ്യാമോ? ഇത് എവിടെ, ആരാണ് വിളിച്ചു പറഞ്ഞത്, വിശദമായിട്ടൊന്ന് പറയാമോ? ഇന്നലെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ആയിരുന്നു. വേറെ സ്ഥലത്ത് വേറൊരു റെസ്ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു. പാമ്പല്ല, വേറൊരു റെസ്ക്യൂ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മീൻസ് ഈ ആര്യനാട് പാലോട് സെക്ഷൻ ഉണ്ട്, പരുത്തിപ്പള്ളി റേഞ്ചിന്റെ കീഴിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷൻ പരിധിയിൽ അഞ്ചുമരുതുംമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന്, പേപ്പാറ പോകുന്ന റോഡാണത്, വിതിര നിന്നും പേപ്പാറ പോകുന്ന റോഡാണ്. അപ്പൊ റോഡിനോട് ചേർന്ന് ഒരു 10 മീറ്റർ മാറി അവിടെ കൂടി ഒരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്ന തോടാണ്. അപ്പോൾ അതില് അലക്കുകല്ലിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു പാറയുടെ പുറത്ത് രാജവെമ്പാല കിടപ്പുണ്ടായിരുന്നു. അവർ കുളിക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. അപ്പൊ തന്നെ അവര് സെക്ഷൻ ഓഫീസിൽ അറിയിച്ചു. അവിടെ നിന്ന് RRTയിൽ വിളിച്ചറിയിച്ചു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ സ്ഥലത്തെത്തി രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്തു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പാമ്പ് പിടുത്തം അല്ലെങ്കിൽ പാമ്പൊക്കെ ഒരു ഹരമായിട്ടുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടമാണ്, വന്യജീവികളെയൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ് താങ്കൾ. എങ്കിലും ഈ ഒരു പാമ്പിന്റെ സൈസ് അല്ലെ, സൈസ് വളരെ വലുതായിരുന്നു. എങ്ങനെയായിരുന്നു അത്? വളരെ ബുദ്ധിമുട്ടായിരുന്നോ? നല്ല സൈസ് ഉണ്ടായിരുന്നു. മീൻസ് ഞാനൊക്കെ ഞാൻ 2 തവണ കിടന്നിട്ട് അതിലും നീളം കൂടുതൽ, ഏകദേശം 18 വരെ ഇല്ലെങ്കിൽ ഒരു 15-16 അടി വരെയൊക്കെ നീളം അതിനുണ്ട്. വെയിറ്റും 10-20 കിലോയോളം മുകളിലും വെയിറ്റും ഉള്ള പാമ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ലൈവ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ്, ഞാൻ കിങ്ങിനെ കണ്ടിട്ടില്ല ലൈവായിട്ട്, ആദ്യമായിട്ടാണ് കാണുന്നത്. ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മളെ കിങ് കോബ്രയെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇന്നലെ എന്താണ്, വളരെ അപ്രതീക്ഷിതമായാണ് ആ സൗഭാഗ്യം ലഭിച്ചത്. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ആ വാക്കുകളിൽ നിന്ന് തന്നെ അത് പ്രകടമാണ്. കാരണം എത്രത്തോളം ഇഷ്ടമാണ് റെസ്ക്യൂയിങ് എന്നുള്ള കാര്യം ആ പറയുമ്പോൾ തന്നെ ഭാഗ്യമായിട്ട് കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു പാമ്പിനെ കണ്ടാൽ ഓടി. എനിക്ക് ആ കമൻറ്റുകൾ ഞാൻ വായിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ. കണ്ടുപഠിക്കണം, ബാത്റൂമിൽ ഒരു പല്ലിയെ കണ്ടാൽ ഓടുന്ന സ്ത്രീകൾ റോഷിനിയെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. കമൻറ്റുകളൊക്കെ കുത്തിയിരുന്ന് വായിച്ചോ? ഇല്ല, ശരിക്കും അപ്പോഴും ആ സമയം തൊട്ട് ഇതുവരെ എനിക്ക് കോള് വയ്ക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കമന്റ് അധികം വായിച്ചില്ല. കുറച്ചൊക്കെ ഓടിച്ച് ഏതിലൊക്കെയോ വായിച്ചു. പിന്നെ മീൻസ് അല്ലെങ്കിലും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട്, ഭയങ്കര സപ്പോർട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. എന്താണ്, ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഈ പാമ്പിനെയും പല്ലിയും കണ്ട ഓടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ പാമ്പിനെ ഒന്നും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഇപ്പോ ഞാനടക്കമുള്ള ആളുകൾക്ക് പല്ലിയൊക്കെ കുറച്ച് പേടി എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു അറപ്പ് അല്ലെങ്കിൽ പിടിക്കാൻ അതിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത, ശരീരത്തൊക്കെ ഒരു വല്ലാത്തൊരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്നും അല്ല, എനിക്കിതിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, റെസ്ക്യൂവിൽ ആദ്യമായിട്ടാണ് രാജവെമ്പാല, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 17 അടിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ വെള്ളത്തിലാണ് എന്നുള്ളത് കൊണ്ട്, അപ്പോൾ റെസ്ക്യൂ അത് പാടായിരുന്നോ? വെള്ളത്തിൽ നേരത്തെ ചെയ്തിട്ടുണ്ടോ?
വെള്ളത്തിൽ നിന്ന് പെരുമ്പാമ്പിനെ ഞാൻ ഒത്തിരി എണ്ണം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ പാമ്പുകൾക്കൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ശക്തി കൂടുതലാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഈ കുറച്ചുകൂടി ഈസിയാണ് അതിന് പോകാനായിട്ട്, ഇട്ടിട്ട് പോകാൻ കുറച്ചുകൂടി ഈസിയാണ്. കരയിൽ കയറി കിടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ റിസ്ക് ആണ് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോ ഇന്നലെ അത് പക്ഷെ ഒരു ചെറിയ കൈത്തോടാണ്, അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആദ്യം കണ്ടപ്പോ കുറച്ചു സമയം ഞാൻ നോക്കി നിന്നു. അതിനുശേഷമാണ് ശരിക്കും റെസ്ക്യൂ ചെയ്തത്. ഒരു 6 മിനിറ്റ് 16 സെക്കൻഡോ അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത്രേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും റെസ്ക്യൂ ചെയ്യാൻ പറ്റി. വേറെ കുഴപ്പമൊന്നും വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല. ശരിക്കും കിങ് കേട്ടറിവും നമ്മള് കണ്ട് ഉള്ള അറിവൊക്കെ വെച്ചിട്ട് കിങ് കോബ്ര എന്ന് പറയുന്നത് വളരെ ഷൈ ആയിട്ടുള്ള ഒരു പാവം പാമ്പാണ്. മൂർഖനെ റെസ്ക്യൂ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് കിങ്ങിനെ റെസ്ക്യൂ ചെയ്യാനെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പരിധി വരെ ഇന്നലെ അത് ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ അതുകൊണ്ടായിരുന്നു, കിങ് റോഷിനിക്ക് മുന്നിൽ തല താഴ്ത്തി എന്നൊക്കെയായിരുന്നു വലിയ ഇത്. അതിനൊപ്പം നെഗറ്റീവ് കമന്റ്സ് എപ്പോഴും നമ്മൾ വരാറുണ്ടല്ലോ. അപ്പൊ അതിൽ നെഗറ്റീവ് കമന്റ്സിൽ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സുരക്ഷയെ ചൊല്ലിയായിരുന്നു. അതായത് വേണ്ടത്ര സുരക്ഷയോടെ അല്ല പാമ്പ് പിടിക്കാനായിട്ട് റോഷിനി നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനോടുള്ള പ്രതികരണം എന്താണ്? അതിനോടുള്ള പ്രതികരണം, ഈ പറയുന്നവർ എന്താണ് സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മീൻസ് നമ്മള് ശരിക്കും വനംവകുപ്പ് നമ്മളെ പഠിപ്പിച്ചത് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാം എന്നാണ്. അതിന് നമുക്കൊരു ടൂള് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഹുക്ക് മാത്രം മതി നമുക്ക് പാമ്പിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എന്തുവാണ്, നമുക്ക് കൂടുതൽ ബൈറ്റ് ഉണ്ടാവുന്നത് കാലിലൊക്കെ ആയിരിക്കും, കാലിലല്ലെങ്കിൽ കയ്യിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി ആയിട്ട് ഒരു ഷൂ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഇടണം, മുട്ടുവരെയുള്ള ബൂട്ട് ഇടണം, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഇതെല്ലാം ഇട്ടുകൊണ്ട് എന്തുവാണ് മറ്റേ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, ഒരു പാമ്പിനെ എടുക്കാനല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ ഇത്ര വലിയ സുരക്ഷ എന്ന് ഇവര് പറയുന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ല. അത്യാവശ്യം സുരക്ഷ നമുക്ക് വനംവകുപ്പ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഹുക്ക് തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ. പിന്നെ നമ്മുടെ കാലിന് ഷൂ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഗ്ലൗസ് ഒട്ടും ഞാനുമായിട്ട് എനിക്കൊരു കംഫർട്ട് അല്ല. ഞാൻ പെരുമ്പാമ്പൊക്കെ കുറച്ച് വഴുക്കി പോകുന്ന പാമ്പാ, ബാക്കിയൊക്കെ സ്റ്റിഫാണ്. പെരുമ്പാമ്പ് വഴുക്കി പോകും. അപ്പൊ പെരുമ്പാമ്പിനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഗ്ലൗസ് ഇട്ട് പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കുറച്ചുകൂടി അത് ഈസി ആയിട്ട് വഴുതി പോവുകയുള്ളൂ, നമുക്ക് ഒരു ഇത് കിട്ടത്തില്ല. അപ്പോ അങ്ങനെ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ഗ്ലൗസ് ഇടാൻ പറയുന്നത് ആ സാധനത്തിന് തൊടുമ്പോ അറപ്പ് തോന്നുന്നില്ല. എനിക്ക് ആ സാധനത്തിന്, ആ ജീവിയോട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ തൊടാൻ എനിക്ക് എന്തിനാണ് ഗ്ലൗസ്? എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ ഒരുപാട് പേര് പറഞ്ഞതിന്റെ കാരണം ഇതായിരിക്കും എന്ന് ഞാനിങ്ങനെ ഊഹിക്കുകയാണ്. കാരണം ഈ മുട്ടുവരെയുള്ള ഷൂ ഇടണം, ബൂട്ട് ഇടണം എന്നൊക്കെ പറയുന്നത് ഇന്നലെ ആ പിടിക്കുന്ന സമയത്ത് അത് പത്തി വിടർത്തി അടുത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളെ കാണുമ്പോൾ പേടി തോന്നിയിരുന്നു. കണ്ടിരിക്കുന്നവർക്ക് പേടി തോന്നി, റോഷിനിക്ക് അതൊക്കെ ഒരു സന്തോഷമാണെങ്കിലും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു. അത് കാണുന്നവർക്ക് ആ പേടി തോന്നുന്നതാണ്. ശരിക്കും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പാമ്പ് എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരും, ഏതൊക്കെ രീതിയിൽ അത് നമ്മളെ ഒന്നുകിൽ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതി അത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും. അപ്പോ അത് പക്ഷെ കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു പേടിയായിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കാം അവര് ഈ മുട്ട് വരെയുള്ള ബൂട്ടൊക്കെ. മീൻസ് നമ്മളൊരു പാമ്പിനെ എടുക്കാൻ പോകുമ്പോൾ പാമ്പ് ഒരിക്കലും ഞാനും കൂടി വരാന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കയറി വരൂല. അത് മാക്സിമം അത് രക്ഷപ്പെട്ടു പോകാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ റൂട്ടിൽ പോയിട്ട് വേണം അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ബാഗിലാക്കാനുള്ളത്. അപ്പൊ ആ റൂട്ടിലോട്ട് അതിന്റെ കൂടെ പോയി അതിന്റേതായ ഒരു രീതിയിൽ നമ്മളും കൂടെ നിന്നാലേ പറ്റുള്ളൂ. അത് എന്റെ രീതിക്ക് വരുത്തി ശരിയാക്കാം എന്ന് പറഞ്ഞു നിന്നാൽ ചിലപ്പോ പറ്റണം എന്നില്ല. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആയിരിക്കണം. എന്റെ മനസ്സ് ഫ്രീ ആയിരിക്കണം, ഞാൻ ഫ്രീ ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ച് ഗ്ലൗസും ഇട്ട് ഹെൽമറ്റും വെച്ച് മുട്ടുവരെ ബൂട്ടും ഇട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റൂല. എനിക്ക് പൊതുവെ നേക്കഡ് ഹാൻഡ് ആണ്. എനിക്ക് എന്തിനും, ഞാൻ പാമ്പിനെ മാത്രമല്ല ഏത് ജീവിയായാലും ഞാൻ ഗ്ലൗസ് ഇട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ചെയ്യാറില്ല. അല്ലാതെ അതിൽ വലിയ സുരക്ഷാക്കുറവല്ല, അത് കാണുന്നവർക്ക് തോന്നുന്ന ഒരു ഭയമാണ്. ശരിക്കും നമ്മൾ അതിൽ വളരെയധികം കംഫർട്ടാണ്. അത് എല്ലാവരോടും ഞാൻ പറയുവാണ്, ഒരുപാട് തവണ പറയുന്നു, നമ്മൾ കംഫർട്ടാണ് അതിൽ. പിന്നെ ഈ വീഡിയോയെ കുറിച്ച്, വീഡിയോ വൈറലായാലും ആ വീഡിയോ എടുത്ത ആരായാലും അദ്ദേഹം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ശബ്ദം കൂടിയുള്ള ഓഡിയോ കൂടിയുള്ള വീഡിയോ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ. അതിൽ പറയുന്നത് അയ്യോ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, പാമ്പിനോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് പിടിക്കുന്നത്. അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ അവസാനം പറയുന്നുണ്ട് ചെലവുണ്ട്,
രാജവെമ്പാലെ പിടിച്ചതിന്റെ? അവർക്ക് ചെലവൊക്കെ കൊടുത്തോ? ഇല്ല, അത് മീൻസ് ഞാൻ പാമ്പിനോട് സംസാരിക്കാറുണ്ട്. പാമ്പിനോടെന്നല്ല, ഞാൻ ഏത് ജീവിയെ റെസ്ക്യൂ ചെയ്യാൻ പോയാലും ഞാൻ അതിനോട് സംസാരിക്കാറുണ്ട്. അതെല്ലാം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നീട് വീഡിയോയിൽ ഇതെല്ലാം വന്നപ്പോ വിചാരിച്ചു, ദൈവം ഈ വീഡിയോ കൊടുത്ത ആളെ ഇത് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതായിരുന്നു എന്ന് പലപ്പോഴും വിചാരിച്ചായിരുന്നു. കാരണം അതിൽ നമ്മളിങ്ങനെ പൊതുവേ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കാരണം കൂടെയുള്ളവരുടെ ഒരു സപ്പോർട്ടുണ്ട്. കാരണം എന്റെ കൂടെ ഉള്ളവരെല്ലാം പേടിയുള്ളവരാ. ശരിക്കും രാജവെമ്പാലയ്ക്ക് അവർക്ക് നല്ല പേടിയുള്ള ആൾക്കാരാ. നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ ഒരാളെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിക്കാറില്ല. ഇപ്പൊ നമ്മുടെ കൂടെ റെസ്ക്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അല്ലാത്ത ഒരാളെ നമുക്ക് ഒരിക്കലും ഞാൻ 1-2 കമന്റ്സ് കണ്ടതാണ്, ആണുങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അവര് മാത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നെ പോലെ അല്ലല്ലോ എല്ലാവരും, പേടിയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പൊ എനിക്കൊരിക്കലും അങ്ങനെ പേടിയുള്ള ഒരാളെ അതിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ആ പാമ്പിനെ കാണുന്ന സമയം മുതൽ എന്റെ ഉത്തരവാദിത്വമാണ് അതിനെ സുരക്ഷയോടെ, എന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ സുരക്ഷ, പാമ്പിന്റെ സുരക്ഷ, എന്റെ സുരക്ഷ, ഇതെല്ലാം നോക്കിയിട്ട് വേണം എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോ എനിക്ക് അത്രയും മാനസികമായി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു ഇത് എനിക്ക് ഉണ്ടാവണം. അപ്പൊ അതിലോട്ട് ഒരു കോൺഫിഡന്റ് അല്ലാത്ത ഒരാളിനെ എടുത്തിടുമ്പോ എന്റെ കോൺഫിഡൻസ് ചിലപ്പോ അതിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ അയാള് ബാഗ് ചിലപ്പോ വച്ചു തരുമ്പോ എനിക്കത് ശരിയാവണം എന്നില്ല. ഞാൻ അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കും, പാമ്പ് പോകുന്നതിനനുസരിച്ച് എനിക്കത് പറയേണ്ടി വരും. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ കംഫർട്ടാണ്. അതെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു എന്നുള്ളത് ആ വീഡിയോയിൽ കണ്ടു. പിന്നെ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടൊരു കമന്റ് ഞാൻ കണ്ടത്, ഞാൻ അവിടെയാണ് സ്ഥിരം കുളിക്കാറെന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു അവസ്ഥയും കൂടെയോ. അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വളരെ വേഗത്തിലൊന്ന് മറുപടി പറയണം, ഈ കിങ് ഇപ്പൊ എവിടെയാണ് ഉള്ളത്? കിങ്ങിനെ വളരെ സുരക്ഷിതമായി ഇന്നലെ തന്നെ നമ്മള് വനത്തിനുള്ളിൽ കൊണ്ടുപോയി തുറന്നു വിട്ടിട്ടുണ്ട്. തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ അങ്ങോട്ടേക്ക് തന്നെ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മള് കുളിക്കാല്ലേ, സമാധാനത്തിൽ കുളിക്കാം അവിടെ ഉള്ളവർക്ക്. ഉറപ്പായിട്ടും 100%. ശരി, നമുക്ക് വളരെ സമയം കുറവായിരുന്നു, കുറച്ചുകൂടി സംസാരിക്കണമെന്നുണ്ട്. എന്തായാലും ഇനിയും കാണാം, ഒരുപാട് പാമ്പുകളെ പിടിക്കാനാകട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം.